ഹലോ നമസ്കാരം. PSC എക്സാം എഴുതുമ്പോൾ നമ്മളെ വട്ടം കരക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലേ? അങ്ങനത്തെ കൺഫ്യൂസിംഗ് ചോദ്യങ്ങളെ എങ്ങനെ സ്മാർട്ടായിട്ട് നേരിടാമെന്ന് നോക്കിയാലോ? വാ നമുക്ക് തുടങ്ങാം. അപ്പോ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ളൊരു ട്രിക്കി ചോദ്യമാണ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ലോജിക് വെച്ച് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയെ ആകർഷിച്ച ജോൺ റസ്കിന്റെ അൺടു ദിസ് ലാസ്റ്റ് എന്ന കൃതിയിലെ ആശയം അല്ലാത്തത്, ആ വാക്ക് ശ്രദ്ധിച്ചല്ലോ അല്ലേ? ആശയം അല്ലാത്തത് കണ്ടെത്തുക. ആ ഒരൊറ്റ വാക്കിലാണ് ഈ ചോദ്യത്തിന്റെ മൊത്തം കളിയുമിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും ഓരോന്നായിട്ടൊന്ന് എടുത്തു പരിശോധിക്കാം. ഇതിൽ ഏതൊക്കെയാണ് റസ്കിന്റെ പുസ്തകത്തിലുള്ളത്, ഏതൊക്കെയാണ് ഇല്ലാത്തത് എന്ന് നോക്കാം. അപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ശരിയായ കാര്യം ചെയ്യുക എന്നത് നിയമത്തെ അനുസരിക്കുന്നതിനേക്കാൾ മാന്യതയുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമല്ലേ? ഗാന്ധിജി തീർച്ചയായും അംഗീകരിക്കുന്നൊരു കാര്യമാണത്. പക്ഷേ ഇതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ധാർമ്മിക തത്വമാണ്. ഇത് റസ്കിന്റെ അൺടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തു പറയുന്ന ഒരു കോർ ഐഡിയ അല്ല. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. തൊഴിലാളിയുടെയോ കൃഷിവലന്റെയോ ജീവിതമാണ് ശരിയായ ജീവിതം. ഇത് അൺടു ദിസ് ലാസ്റ്റ് എന്ന ബുക്കിലെ ഒരു പ്രധാനപ്പെട്ട ആശയം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ശാരീരികാധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ ചിന്തകളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഐഡിയ ആണിത്. അപ്പോൾ ഇത് പുസ്തകത്തിൽ ഉള്ള ആശയമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹിംസിക്കുന്നവരെ കൂടുതൽ ക്രൂരരാക്കുകയും അതിന് ഇരയായവരെ പകയുള്ളവരും ആക്കും. ഇതാണ് ഈ ചോദ്യത്തിലെ ആ ക്ലാസിക് ട്രാപ്പ്. ഇത് കണ്ടാലും നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് ഗാന്ധിയൻ ഐഡിയ ആണല്ലോ എന്ന്. ശരിയാണ്, ഇത് ഗാന്ധിയൻ തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, അഹിംസ. പക്ഷേ ഇതിന്റെ ഒറിജിൻ റസ്കിന്റെ പുസ്തകമല്ല. അതുകൊണ്ട് ഓർക്കുക, സ്റ്റേറ്റ്മെന്റ് 3 പുസ്തകത്തിൽ ഇല്ലാത്തൊരാശയമാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒരു മുടി കൈകാര്യം ചെയ്യുന്ന തൊഴിലാളി കേസ് നടത്തുന്ന അഭിഭാഷകനെ പോലെ തന്നെ ശരിക്കും സമൂഹത്തെ സേവിക്കുന്നുണ്ട്. ഇത് ആ പുസ്തകത്തിലെ മറ്റൊരു കീ ഐഡിയ ആണ്. അതായത് എന്ത് ജോലി ചെയ്താലും, അത് മാനുവൽ ലേബർ ആയാലും ശരി, ഇന്റലക്ച്വൽ വർക്ക് ആയാലും ശരി, എല്ലാത്തിനും ഒരേ മൂല്യവും ഒരേ അന്തസ്സുമുണ്ട് എന്ന ആശയം. അപ്പോ സ്റ്റേറ്റ്മെന്റ് 4 ആ ബുക്കില് ഉള്ളത് തന്നെയാണ്. അപ്പോ ഒന്നുകൂടി ഓർത്തു നോക്കിയേ, ചോദ്യം എന്തായിരുന്നു? പുസ്തകത്തിൽ ഇല്ലാത്ത ആശയം ഏതെന്നാണ്. നമ്മളിപ്പോ കണ്ടു സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം പുസ്തകത്തിൽ ഉള്ളതാണ്. അതേസമയം സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം ആ പുസ്തകത്തിൽ പറയുന്ന കോർ ഐഡിയാസ് അല്ല. അപ്പോ നമുക്ക് വേണ്ട ഉത്തരം അത് രണ്ടും ചേർന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ കറക്റ്റ് ആൻസറിലെത്താമെന്ന് നോക്കാം. ഈ ടേബിളിലേക്ക് നോക്കൂ. നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ഒഴിവാക്കാം. ഓപ്ഷൻ സി നോക്കി. സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം ഇത് രണ്ടും പുസ്തകത്തിലുള്ള ആശയങ്ങളാണെന്ന് നമ്മൾ കണ്ടു. ചോദ്യം ഇല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ സി ഔട്ട്. ഇനി ഓപ്ഷൻ ബി 3 മാത്രം. പക്ഷെ സ്റ്റേറ്റ്മെന്റ് 1ഉം പുസ്തകത്തിൽ ഇല്ലാത്തതാണല്ലോ. അപ്പോൾ ബിയും കംപ്ലീറ്റ് അല്ല, അതും പോയി. ഓപ്ഷൻ ഡി നോക്കൂ, 4 അത് പുസ്തകത്തിലുള്ളതാണ്. അപ്പോൾ അതും തെറ്റ്. പിന്നെ ഏതാ ബാക്കിയുള്ളത്? ഓപ്ഷൻ എ. അപ്പോൾ പിന്നെ സംശയമൊന്നുമില്ല, ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ആണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം ഈ 2 ഐഡിയാസുമാണ് അൺടു ദിസ് ലാസ്റ്റ് എന്ന ബുക്കിലില്ലാത്തത്. കണ്ടില്ലേ, നമ്മൾ ആ ചോദ്യത്തിലെ അല്ലാത്തത് എന്ന ഒരൊറ്റ വാക്ക് ശ്രദ്ധിച്ചതുകൊണ്ട് എത്ര എളുപ്പത്തിലാണ് ഉത്തരത്തിലേക്ക് എത്തിയത്. കേരള PSC വഴി ഒരു ജോലി നേടുക എന്ന നിങ്ങളുടെ സ്വപ്നത്തിന് ഇതുപോലുള്ള ചോദ്യങ്ങളെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വിശകലനങ്ങൾ കാണാനായിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കൂ. അപ്പോൾ ഈ വിശകലനം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു ചോദ്യവുമായി നമുക്ക് വീണ്ടും കാണാം.